യഥാർത്ഥ നായകൻ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്നത് കണ്ടു തീർക്കാം. മലയാളി ഒരുത്തൻ നേതൃസ്ഥാനം അലങ്കരിച്ച് വെട്ടിപ്പിടിച്ച വിജയമാണിത്. സഞ്ജുവിന്റെ കിരീട കരസ്പർശനത്തിനായി കാത്തിരിപ്പിവിടെ അവസാനിക്കണമെന്നില്ല. പക്ഷേ പോരാടി വീഴാതെ രാജസ്ഥാൻ ക്രിക്കറ്റ് മൈതാനങ്ങൾ ഒഴിഞ്ഞ കാലമേയില്ല. തോൽവിയിൽ ഭാവി പ്രവചിച്ചവർക്കിനി വിശ്രമിക്കാം. രാജസ്ഥാനെ നയിക്കാൻ സഞ്ജുവിനോളം മറ്റാരെന്നതിന് ഉത്തരമില്ലെന്ന് കരുത്തരായ പഞ്ചാബിനെ തകർത്താണ് തെളിയിച്ചതും. അടിമുടി മാറിയ സംഘമായി പുനർജനിച്ച പ്രതീതിയിലാണ് ആരാധകരത് കണ്ടുതീർത്തത്. സഞ്ജുവും ജയ്സ്വാളും പഞ്ചാബിന്റെ ഹൃദയം തകർത്താണ് തുടങ്ങിയത്. ആരും കൊതിക്കുന്നൊരു തുടക്കം. ഫോമിലേക്കെത്തിയാൽ ജയ്സ്വാൾ എന്ന അപകടത്തെ കാണുക. ഒപ്പം സഞ്ജുവും ചേർന്നാൽ പിടിച്ചുകെട്ടുക അപ്രാപ്യമാണ്. പഞ്ചാബിന്റെ പരീക്ഷണങ്ങൾ അവരിലങ്ങനെ എത്രയോ നിർവീര്യമായതാണ്. ഒടുവിൽ 38 സഞ്ജുവിനെ ഫെർഗ്യൂസൺ മടക്കുമ്പോൾ കൂട്ടുകെട്ട് 89. പിന്നെ അങ്ങോട്ട് ജയ്സ്വാൾ മർദ്ദനത്തിൽ പഞ്ചാബ് പകച്ചപ്പോൾ ആദ്യ തോൽവിയുടെ തുടക്കമാണിതെന്ന് അയ്യരുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും തോന്നിയിരിക്കണം. 67 ജയ്സ്വാളിന്റെ മടക്കം ഇനിയുള്ളത് പരാഗിലേൽപ്പിച്ചാണ്. പതിവ് പോലെ പരാഗിന്റെ പക്വമാർന്ന ഇന്നിംഗ്സിൽ കുതിച്ചുയർന്നു രാജസ്ഥാൻ. 43 റൺസുകളാണ് അയാൾ അടിച്ചുകൂട്ടിയത്. അവസാന ഓവറിൽ ജുറേലിന്റെ കോൺട്രിബ്യൂഷനും ചേർത്തപ്പോൾ 205 പഞ്ചാബിന് മുന്നിൽ വിജയലക്ഷ്യം. ഇനി അങ്ങോട്ട് പന്തെടുത്ത് തീർത്ത സുവർണ നിമിഷങ്ങൾ കാണുക. ആദ്യ പന്തിൽ പ്രിയൻഷ് വീഴുന്നു, 6ാം പന്തിൽ അയ്യരും. അങ്ങനെ ആർച്ചറിന്റെ തീയുണ്ടകൾ കവർന്നത് പഞ്ചാബിന്റെ വജ്രായുധങ്ങൾ. പഞ്ചാബിനിത് സ്വപ്നമെന്നപ്പോൾ കടന്നുപോയിരിക്കണം. സ്റ്റോയിനിസും പ്രഭ്സിമ്രാനും മടങ്ങിയതോടെ 43-4. ഇനിയാണ് വധേരയും മാക്സ്വെലും ചേർന്ന ക്രിക്കറ്റ് സൗന്ദര്യം ആവാഹിച്ചൊരു പോരാട്ടം. ഇടയ്ക്കൊന്ന് കൈവിട്ടു പോകുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ മാക്സ്വെലിനെ എടുത്ത് തീക്ഷ്ണയുടെ തിരിച്ചുവരവ്. അർദ്ധശതകം പിന്നിട്ട വധേരയും വീണതോടെ പിന്നെയെല്ലാം ചടങ്ങു മാത്രം. പന്തെടുത്തവരെല്ലാം പഞ്ചാബിന് മുന്നിൽ പേടി സ്വപ്നമായപ്പോൾ 50 റൺസുകൾ അകലെ സഞ്ജുവിന്റെ രാജസ്ഥാന്റെ പഞ്ചാബ് കോട്ടയിലെ വിജയകാഹളം. നിങ്ങളൊരു ടീം ഗെയിമിന്റെ പുതുചരിത്രം തീർക്കുകയാണ്. നിർഭയരായ രാജസ്ഥാനെ എതിരാളികൾ കാത്തിരിക്കുക. വിമർശനങ്ങളിൽ പുതിയ നേട്ടങ്ങൾ അവർക്ക് മുന്നിൽ അണയുമ്പോൾ അതിലൊരു സൂചനയുണ്ട്. ക്യാപ്റ്റനായുള്ള വരവ് ഗംഭീരമാക്കി സഞ്ജുവിന് മുന്നിലുണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നായകൻ ഉണരുന്ന സമയത്തിനായി നമുക്കും കാത്തിരിക്കാം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.